ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ. ക്ഷീണിതരും അധ്വാനിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. ഞാൻ സൗമ്യനും വിനയശീലനുമാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങൾ വിശ്രമം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു എന്നാണ് എഴുതിയേക്കുന്നത്. അതിൽ 29-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം എഴുതിയേക്കുന്നത്, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങൾ വിശ്രമം കണ്ടെത്തും. ഈ മനുഷ്യൻ പറയുന്നതല്ല, യേശു പറയുന്നതാണ് കേൾക്കണ്ടേ. യേശുവിൽ നിന്നാണ് പഠിക്കേണ്ടതും. യേശു ചെയ്ത കാര്യങ്ങളാണ് ഒന്നാം സ്ഥാനത്ത് നിർത്തി നമ്മൾ പഠിക്കേണ്ടത്. അതാണ് അതിൻ്റെ പരമാർത്ഥം. യേശു യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൽ യോഗ്യമായിട്ട് തിരുവത്താഴം നടത്തി കാണിച്ചു തന്നു. പക്ഷേ ഇന്ന് സഭകൾ അതിനകത്ത് കൂടുതൽ അങ്ങ് ശ്രദ്ധിക്കാതെ, തിരുവത്താഴം എന്ന വാക്ക് പോലും ശ്രദ്ധിക്കാതെ അവരത് കർത്തൃമേശയാക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ചും ഒക്കെ ആക്കി മാറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നെങ്കിൽ, യേശു ചെയ്ത് കാണിച്ചു തന്നതാണ് ഏറ്റവും നല്ല മാതൃക. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ പല വേർപെട്ട സഭകളിലൂടെയും യാത്ര ചെയ്ത സമയങ്ങളിൽ അവരൊക്കെ ഈ കർത്തൃമേശയെ അല്ലെ തിരുവത്താഴത്തിനെ പറയുന്നത് തന്നെ കർത്തൃമേശ എന്നാണ്. എന്നിട്ട് ഈ തിരുവത്താഴം കർത്തൃമേശയാക്കിയിട്ട് അത് വളരെ ലാഘവത്തോടു കൂടി ഒരു പ്രത്യേക രീതിയിൽ അങ്ങ് നടത്തുകയാണ്. ചെയ്യുന്നവന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഞാൻ വിശുദ്ധനാണ്, വരുന്ന നിങ്ങൾ മര്യാദയ്ക്കാണെങ്കിൽ നിങ്ങൾക്കിത് അനുഗ്രഹം എന്നൊരു വ്യാഖ്യാനവും കൂടെ കൊടുത്തിട്ടാണ് ഈ പരിപാടി കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, യേശുവിൻ്റെ അടുത്താണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൽ തിരുവത്താഴം എങ്ങനെയാണെന്ന് വളരെ യോഗ്യമായി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ കൂടെയുള്ളവൻ കർത്താവ് പറഞ്ഞ പോലെ ചെയ്യണം. കർത്താവ് പറഞ്ഞത് തന്നെ കർത്താവിൻ്റെ ശിഷ്യം പറഞ്ഞാൽ അതും അനുസരിക്കാം. കർത്താവ് പറഞ്ഞത് ശിഷ്യന്മാർ ലേഖനങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അതും അനുസരിക്കാം. അപ്പോൾ യേശുവിൻ്റെ കൂടെ നടന്നാൽ കഷ്ടതയുണ്ടെന്ന് പറയുന്നവൻ്റെ ജീവിതത്തിൽ നിന്ന് കഷ്ടത മാറില്ല. കാരണം മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിലാക്കുമ്പോൾ അവിടെ സാത്താൻ്റെ ഉപദ്രവം വരുന്നത് വരെ ഇല്ലാത്ത ഒരു വാക്കായിരുന്നു ഈ കഷ്ടത. സാത്താൻ്റെ ഉപദ്രവം വന്നു കഴിഞ്ഞ് ഉണ്ടായ ഒരു വാക്കാണ് കഷ്ടത. അപ്പോൾ കഷ്ടത എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം സാത്താൻ്റെ ഉപദ്രവം എന്നാണ്. മൂലഗ്രന്ഥങ്ങളിലെല്ലാം അത് കിടക്കുന്നത് സാത്താൻ്റെ ഉപദ്രവം തന്നെയാണ്. എന്നാൽ മലയാളത്തിലേക്ക് വന്നപ്പോഴാണ് അതിനെ കഷ്ടതയും ഞെരുക്കവും അല്ലെങ്കിൽ ആവക വാക്കുകളുടെ എല്ലാം പ്രയോഗം പിന്നീട് വന്നത്. അതായത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ് യേശുവിൻ്റെ കൂടെ നടന്ന കഷ്ടതയുണ്ടെന്ന് പഠിപ്പിക്കുന്നത്. പിശാചിനെ കൊണ്ട് ഇത് ആരെക്കൊണ്ടും പഠിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിശാച് ഈ പ്രസംഗകരുടെയും ശുശ്രൂഷകരുടെയൊക്കെ ഉള്ളിൽ കയറിയിരുന്നിട്ട് അവരിലൂടെ ഇതങ്ങ് പഠിപ്പിക്കുന്നത്. അവരെ കൊണ്ട് ഇതങ്ങ് പഠിപ്പിച്ച് കഴിയുമ്പോൾ ഈ നല്ലൊരു ശതമാനം ജനത്തിൻ്റെയും ജീവിതത്തിൽ ഈ ഞെരുക്കവും പ്രയാസവും മാത്രമായതുകൊണ്ട് കഷ്ടതയുണ്ടെന്ന് പറഞ്ഞാൽ അത് ഉണ്ടെന്ന് പറഞ്ഞ് തെളിയിക്കാൻ പ്രത്യേകിച്ച് തെളിവൊന്നും പറയണ്ട. അവരുടെ ജീവിതത്തിലുള്ളതുകൊണ്ട് അവരതങ്ങ് ഏറ്റുപിടിച്ചോളും. അവർക്കും വളരെ സന്തോഷം, ഉള്ള കാര്യം ഉള്ള പോലെ പറയല്ലേ. ഈ കുരുടൻ ആനയെ കണ്ടതുപോലെ യേശുവിനെ പ്രസംഗിക്കുന്നവരുണ്ട്. അവരെക്കുറിച്ച് കർത്താവ് പറയുന്നത് നിങ്ങൾ കുരുടരായ വഴികാട്ടികളാണെന്നാണ്, വെള്ള തേച്ച ശവക്കല്ലറകളെന്നാണ്. ഈ കുരുടരായ വഴികാട്ടികൾ, വെള്ള തേച്ച ശവക്കല്ലറകൾ എന്നൊക്കെ വിളിക്കുന്നത് യഥാർത്ഥത്തിൽ വചനം അറിയേണ്ടതുപോലെ അറിയാൻ ശ്രമിക്കാതെ പ്രസംഗിക്കുന്നത് കൊണ്ടാണ്. അതെനിക്ക് അങ്ങനെ അറിയാനുള്ളൊരു വഴിയില്ലെങ്കിൽ അത് അങ്ങനെ അറിഞ്ഞ് പഠിപ്പിക്കാൻ ശേഷിയുള്ള ആളുകളെ കണ്ടെത്തി തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിനനുസരിച്ച് ഉള്ള ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കണം. അങ്ങനെ പഠിപ്പിക്കാൻ സമർത്ഥരായവരെ ഗുരുക്കന്മാരായി സ്വീകരിക്കണം. അവർ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതിൻ്റെതായ വിനയത്തോടും ബഹുമാനത്തോടും കൂടി അവിടെ നിൽക്കണം. ഞാൻ സെൻട്രൽ പാസ്റ്ററാണ്, ഞാൻ സെൻട്രൽ പ്രസിഡൻ്റ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കറിയാൻ മേലാത്ത കാര്യം എന്നെക്കാളും സാധുവായ ഒരാൾക്ക് അറിയാമെങ്കിൽ അങ്ങേര് പറഞ്ഞു തരുമ്പോൾ ഞാനത് അംഗീകരിച്ചാൽ മാത്രമേ സ്വാഭാവികമായിട്ട് അവർക്ക് വളരാൻ പറ്റുള്ളൂ. എനിക്കറിയാവുന്ന ലോകപ്രശസ്തരായ നല്ലൊരു ശതമാനം ശുശ്രൂഷകർക്കും രഹസ്യമായി വളരെ സാധുക്കളായ ശുശ്രൂഷക ഉപദേഷ്ടാക്കന്മാർ, പാസ്റ്റർമാർ അവരുടെ മുകളിലുണ്ട്.
അവരെ ഒന്നും ലോകത്തിന് അറിയത്തില്ലായിരിക്കും, പക്ഷേ അവരുടെ അടുത്ത് ചെന്നിരുന്ന് വചനം കേൾക്കുകയും അവരിൽ നിന്ന് തിരുവത്താഴം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഈ പ്രഗത്ഭരായ പലരും ഇന്ന് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ വൈദ്യന്മാരോട് ഇതൊന്നും പറഞ്ഞാൽ ഇവന്മാർക്ക് മനസ്സിലാകത്തുമില്ല, അവരിതൊട്ട് അംഗീകരിക്കുകയില്ല. അവർക്കറിയാൻ മേലാത്ത കാര്യം ജനത്തിൻ്റെ അടുത്തെല്ലാം പോയി പഠിപ്പിക്കുകയും ചെയ്യും. ജനവും കുഴയും, അവരും കുഴയും. അവസാനം കുരുടൻ ആനയെ നടത്തിയതുപോലെ ആകുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ഈ യേശുവിനെ കൊന്നേ തീരുമെന്ന് തീരുമാനം വരുന്നത്. ഈ കുരുടൻ കണ്ടതുപോലെ യേശുവിനെ അന്നത്തെ പുരോഹിതർ കണ്ടതുകൊണ്ടാണ് അവർക്ക് യേശുവിനെ കൊല്ലണമെന്നുള്ള ചിന്ത വന്നത്. അവർ യേശുവിനെ കൊല്ലുകയും ചെയ്തു. അതായത് തങ്ങളുടെ യഥാർത്ഥ മുഖം, അന്നത്തെ പുരോഹിതന്മാരോടാണ് യേശു പറഞ്ഞത്, വെള്ള തേച്ച കുഴിമാടങ്ങൾ, കുരുടരായ വഴികാട്ടികൾ. അതായത് യഥാർത്ഥ മുഖം കണ്ടുപിടിച്ചാൽ കൊല്ലും. ഇന്നും ചിലരുടെ യഥാർത്ഥ മുഖം കണ്ടുപിടിച്ചാൽ അവർ നിങ്ങളെ സഭകളിൽ നിന്ന് പുറത്താക്കും. അല്ലേ പറയും ദുരുപദേശമാണ്, സാത്താൻ്റെ ജനമാണ് എന്നൊക്കെ പറയും. ഇതൊക്കെ നേരത്തെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. 16-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കേണ്ടതിനാണ് ഞാനിതെല്ലാം നിങ്ങളോട് സംസാരിച്ചത്. അവർ നിങ്ങളെ പള്ളികളിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിനൊരു വഴിപാട് കഴിക്കുകയാണെന്ന് കരുതുന്ന കാലം വരും. അവർ പിതാവിനെയോ എന്നെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കും. ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു എന്ന ആ സമയം വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആദ്യം ഇത് പറയാതിരുന്നത്. അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇടറിപ്പോകരുത്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഈ പറയുന്നവരെ അവരെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ അവർ നിങ്ങളെ പുറത്താക്കും. ഇപ്പോൾ പല സംഘടനാ സംവിധാനങ്ങളിലെയും മെയിൻ ശുശ്രൂഷകരുടെ ഒരായുധം എന്ന് പറയുന്നത് നടപടി എടുക്കുക എന്നുള്ളതാണ്. നടപടി എടുക്കുക, ഒരുത്തനെ വിശ്വാസത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് അല്ല നടക്കുന്നത്. ഉള്ളവനെ നടപടിയെടുത്ത് പുറത്താക്കുക. എത്ര എണ്ണത്തിനെ പുറത്താക്കി എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈയിടെ ഒരു സഹോദരനോട് സംസാരിച്ച അയാൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു ഏകാധിപതിയായ ഒരു ശുശ്രൂഷകൻ വന്നു 20 എണ്ണത്തിനെ പുറത്താക്കി. ഏകാധിപതിയായ ഒരു ശുശ്രൂഷകൻ വന്നു 20 എണ്ണത്തിനെ പുറത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരെങ്കിലും കൊണ്ടുവന്നോ? അയാളുടെ ജീവിതത്തിൽ ഒരാളെ ഒരിടത്തും കൊണ്ടുവന്നതായിട്ട് ഒരു പിടിയില്ല. അയാളൊരു സെൻട്രൽ പാസ്റ്ററുമാണ്. അപ്പോൾ സെൻറ്റർ ഏകാധിപതി എന്ന ഒരു പേരും കൂടെ സെൻറ്റർ ഏകാധിപതി എന്നും സെൻറ്റർ നടപടിക്കാരനെന്നും ഒക്കെ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ യേശു തന്നെ ഈ കാര്യം നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ ചാടിക്കുമെന്ന്. ഒരുത്തനെ കൊണ്ടുവരുന്നതിൻ്റെ ബുദ്ധിമുട്ട് അത് വേറൊരു കാര്യം. ഇന്നും ഇത് സംഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ വചനപ്രകാരം ഇത് നടക്കുന്നുണ്ടെങ്കിൽ വചനപ്രകാരം യേശുവിൻ്റെ പള്ളിയും സാത്താൻ്റെ പള്ളിയുണ്ട്. വചനപ്രകാരം യേശുവിൻ്റെ പള്ളിയും സാത്താൻ്റെ പള്ളിയുണ്ട്. രണ്ടും യേശുവിൻ്റെ പേരിലായിരിക്കും ഇരിക്കുന്നതേ ഉള്ളൂ. ഉൽപ്പത്തി 1:1 ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു സൂര്യനെ നമ്മൾ കാണുന്നില്ല. ആ സൃഷ്ടിക്ക് ശേഷം വേറൊരു ഭൂമിയുടെ ചരിത്രം പറയുന്നിടത്താണ് സൂര്യനെ ഉണ്ടാക്കിയത്. അങ്ങനെ നമുക്ക് മനസ്സിലാകും. നമ്മളിരുന്ന് വളരെ ഡീപ്പായിട്ടിരുന്ന് പഠിക്കുമ്പോൾ, അല്ലെ ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കുമ്പോൾ, ചുമ്മാ ഒഴുക്കി വിടാതെ. ഈ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നത് ഈ ആകാശത്തിൻ്റെ കീഴിൽ എല്ലാത്തിനും ഒരു കാലമുണ്ടെന്ന്. ആകാശത്തിൻ്റെ കീഴിലായ എല്ലാത്തിനും കാലമുള്ളത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഭൂമിയിൽ കാലങ്ങളുടെ അതിർവരമ്പുകൾ അവിടെ ഇല്ലായിരുന്നു. ചിലപ്പോൾ അവിടെ വയസ്സാകാൻ സാധ്യതയില്ല. കാരണം സൂര്യൻ്റെ താഴെ ഉള്ളൂ ഈ കാരണങ്ങളൊക്കെ ഉള്ളൂ, ദിവസങ്ങളൊക്കെ വരുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ ആദ്യത്തെ ഭൂമി പാഴും ശൂന്യവുമായി കാണണമെങ്കിൽ അതിന് തക്കതായ ഒരു പരിപാടി അവിടെ നടന്നിട്ടുണ്ട്. നമ്മളിന്ന് കാണുന്നത് ഈ 2-ാമത്തെ ഭൂമിയാണ് ഇന്നത്തെ അവസ്ഥയെ കാണുന്നത്. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടി നടത്തിയത് സമൃദ്ധിയുടെ സൃഷ്ടിയാണ്. ഈ സൃഷ്ടി മുഴുവൻ ദൈവം സമൃദ്ധമായിട്ടാണ് സൃഷ്ടിച്ചത്. ഏതന്യ യുഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ട പോലെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് സമൃദ്ധിയുടെ തന്നെ ഒരു കാലമാണ്. ഈ സമൃദ്ധിയുടെ നടത്തിപ്പിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ആ സമൃദ്ധിയുടെ നടത്തിപ്പിന് വേണ്ടി സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിലാക്കിയ മനുഷ്യൻ സാത്താനുമായി കമ്പനി കൂടി ദൈവവചന വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി കഴിഞ്ഞപ്പോഴാണ് മനുഷ്യൻ ഇന്ന് കാണുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ആ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ കഷ്ടത എന്നല്ല വിളിക്കേണ്ടത്, പിശാചിൻ്റെ ഉപദ്രവം എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്. ഈ പഴയ നിയമകാലത്തെ പ്രശ്നങ്ങളുടെ ഒന്നും പുറകിൽ പിശാചാണ് എന്ന് അന്നത്തെ ആളുകൾക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ജോബ് പറഞ്ഞത്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പക്ഷേ ദൈവം കൊടുത്തു, എടുത്തത് ദൈവമല്ല സാത്താനാന്നൊക്കെ പുതിയ നിയമ കാലഘട്ടത്തിലോട്ട് വന്നപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. അതുകൊണ്ടാണ് പറഞ്ഞത് യേശു വന്നത് സാത്താൻ്റെ ക്രിയകളെ വെളിപ്പെടുത്താനാണ്.
അതുകൊണ്ട് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ കൂടെ നടക്കേണ്ടതുപോലെ നടന്നാൽ അത് സമൃദ്ധി തന്നെയാണ്. അങ്ങനെയാണ് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ദൈവവചനമായ യേശുക്രിസ്തുവിൻ്റെ കൂടെ യോഗ്യമായി നടക്കുവാനുള്ള കൃപയും വെളിപ്പാടും ഞങ്ങൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായ പ്രിയ മക്കളെ ഓരോരുത്തരെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. വചനം എന്തെഴുതിയേക്കുന്നോ അതിൻ്റെ അക്ഷരികാർത്ഥത്തിൽ തന്നെ അത് ഗ്രഹിക്കുവാൻ, അതിനനുസരിച്ച് അതിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരെ സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും നന്ദി പറയുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.